കഴിഞ്ഞ ദിവസമാണ് 977 പേരുടെ ഒരു ഹിറ്റ് ലിസ്റ്റ് പുറത്തു വന്നത്. NIA കൊടുത്ത സത്യവാങ്മൂലത്തിലുള്ളതാണ്. എത്ര തലകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, PFIയുടെ എത്ര തലകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, PFIക്ക് ഏതൊക്കെ വിങ്ങുകൾ ഉണ്ടായിരുന്നു, സർവീസ് വിങ് ഹിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കുകയും അതിൽ ഉൾപ്പെട്ട വ്യക്തികളെ കുറിച്ചുള്ള എല്ലാ ഡാറ്റയും കളക്ട് ചെയ്ത് മുകളിലേക്ക് എത്തിച്ചു കൊടുത്തിരുന്നത്. ആംസ് ട്രെയിനിങ് വിങ് ആയുധ പരിശീലനം കൊടുത്തു. അത് കളരി ആയിക്കോട്ടെ, ഏത് രീതിയിലൂടെ ആയിക്കോട്ടെ, ഇനി സൂംബ ഡാൻസ് ആണെങ്കിൽ ചിലപ്പോൾ അതിൽ കൂടെ അടക്കം അവരത് ട്രെയിനിങ് കൊടുക്കും. ഈ ഹിറ്റ് ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് മറ്റു വിങ്ങുകൾ, ഫസ്റ്റ് വിങ് റിപ്പോർട്ടർ വിങ് ആണ് ഈ 977 പേരുടെ ലിസ്റ്റ് എടുത്ത് അവരെക്കുറിച്ചുള്ള എല്ലാ ഡാറ്റയും കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആംസ് വിങ് ആണ് ഇവർക്ക് വേണ്ട ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നത്. അത് ഈ കളരിപ്പയറ്റ്, യോഗ തുടങ്ങിയുള്ള എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചിട്ടാണ് അവരത് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി മൂന്നാമത്തെ വിങ് സർവീസ് വിങ്, ഇവരെ തട്ടാനുള്ള വിങ്. ഇത്രയും വലിയ ശ്രേണിയാണ്. ഇതിൽ എത്ര പേരുണ്ടാവും? ഇതിലുള്ള എല്ലാവരും ഈ 977 എന്ന് പറയുന്നത് NIAയുടെ കയ്യിൽ കിട്ടിയ ലിസ്റ്റാണ്. ഇതിനപ്പുറത്തേക്ക് എത്ര പേരുണ്ടായിരുന്നു എന്നുള്ളത് ആർക്കും അറിയില്ല. ഈ ലിസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യാനും ഈ ലിസ്റ്റ് ഉണ്ടാക്കാനും ഇതിനു വേണ്ടിയുള്ള ഡാറ്റ കളക്ട് ചെയ്യാനായിട്ടുള്ള എത്ര പേര് ഇവിടെ കേരളത്തിൽ സജീവമായിരുന്നു? ഈ സജീവമായിരുന്ന എല്ലാവരെയും ഡീറാഡിക്കലൈസ് ചെയ്തിട്ടാണോ മുസ്ലിം ലീഗ് വിളിച്ചത്? അല്ലെങ്കിൽ മുസ്ലിം ലീഗ് വെളിപ്പെടുത്തട്ടെ, ഞങ്ങളുടെ സംഘടനയിലേക്ക് ഇത്രയും PFIക്കാർ വന്നിട്ടുണ്ട്, ഇവരെല്ലാവരും ഞങ്ങൾ പ്രത്യേകം ട്രെയിനിങ്ങും ക്ലാസ്സൊക്കെ കൊടുത്തിട്ട് ഇവരെല്ലാവരും മാറ്റി. ഇതേപോലെ തന്നെ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ് നിർത്തുന്നില്ല, ജമാഅത്തെ ഇസ്ലാമി ആയിക്കോട്ടെ, മറ്റേത് സംഘടന ആയിക്കോട്ടെ, ഈ സംഘടനയിലേക്കെല്ലാം ഇവർ ചേക്കേറി. ഈ ചേക്കേറിയവരാണ് ഏറ്റവും വലിയ അപകടമായിരിക്കുന്നത്.